ഒന്ന് രണ്ട് കമൻസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, സർ +2 NCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കണമെന്നുള്ള കാര്യം. അപ്പോൾ ഇതിൽ ഫിസിക്സിൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറഞ്ഞുതരാം. ഫിസിക്സ് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക്, ഒന്നാമത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം. രണ്ടാമത് നിങ്ങൾ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് ആരെങ്കിലും തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയാൽ ഇങ്ങനത്തെ സാധനമാണ് കാണുന്നത്. തുറന്നു നോക്കിയില്ലെന്ന് തുറന്നു നോക്കണം കേട്ടോ, ഓക്കെ. എന്നിട്ട് നിങ്ങൾ വായിക്കാൻ തുടങ്ങിയാൽ ആദ്യമൊക്കെ വലിയ കുഴപ്പമുണ്ടാവില്ല, കഥ പോലെയൊക്കെ ഉണ്ടാവും. പക്ഷെ മെല്ലെ മെല്ലെ ഈ സംഭവം അത് കാര്യത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കും രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. ഒന്ന്, ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഇവർ എഴുതിയിരിക്കുന്നത്, അതിലൊന്നും പറയാനില്ല. ഇത്രയും ബോറിംഗ് ആയിട്ട് എഴുതാൻ പറ്റുന്ന മറ്റൊരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഫിസിക്സിൻ്റെ കാര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ഇഷ്ടംപോലെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് ഹയർ സെക്കൻഡറി ലെവലിലും അതുപോലെ യൂണിവേഴ്സിറ്റി ലെവലിലും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഇത്രയും ബോറിംഗ് ആയിട്ട് ഡള്ളായിട്ട് എഴുതിയ ടെക്സ്റ്റ് ബുക്ക് ഞാൻ വേറെ കണ്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് നല്ലോണം ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പല കാര്യങ്ങളും മനസ്സിലാവില്ല, ഓക്കെ. ആ രീതിയിലാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അവർ എഴുതിയൊരു മണ്ടന്മാരായതുകൊണ്ടല്ല, എഴുതിയവർക്ക് ബുദ്ധി കുറച്ച് കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണ്. അവർ വളരെ കറക്റ്റായിട്ടാണ് ഓരോ ഐഡിയാസ് അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കി. അപ്പോൾ വളരെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് കട്ടിയുള്ള രീതിയിലൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് ആവുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കണം. എന്തായാലും ആ രണ്ട് പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് പഠിക്കാൻ തീരുമാനിച്ചാൽ ഒരു പക്ഷേ അത് നല്ലൊരു ഐഡിയ ആയിരിക്കില്ല. എന്നാൽ NCERT ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് ഫുള്ളായിട്ട് തള്ളിക്കളയാനാണോ? അല്ല. പരീക്ഷ ടഫായി വരുന്ന സമയത്ത് ഫിസിക്സിൽ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് എപ്പോൾ വായിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോൾ വായിക്കണം? ആദ്യം തന്നെ ചാടി കയറി വായിക്കരുത്. 4 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകൾ നിങ്ങൾ തീർത്തിട്ടായിരിക്കണം നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടത്. അതിന് കുറച്ച് സമയം എടുക്കുമായിരിക്കും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഏതാണ് 4 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്? നിങ്ങൾ ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്തൊരു കുട്ടിയാണ്, നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ വന്നിട്ട് ഇലക്ട്രിക് ചാർജിൻ്റെ ഓൾറെഡി പാർട്ട് 1 എടുത്തു, ഇനി പാർട്ട് 2 കൂടെ എടുക്കും. ആ 2 പാർട്ടിലൂടെ ആ കംപ്ലീറ്റ് ചാപ്റ്റർ തീർന്നു, NCERT തീർന്നു. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഓരോ സാധനവും ഞാൻ എടുക്കുന്ന NCERTയിൽ ഓരോരോ ടോപ്പിക്കായിട്ട് മാച്ച് ആവുകയും ചെയ്യും. അതിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ലൈവിൽ വന്നിരിക്കുക, ഫുള്ള് തീർക്കുക. എന്നിട്ട് NCERT വായിക്കണം? വേണ്ട 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 വേണ്ട, അവിടെ നിൽക്ക്. ലൈവ് കഴിഞ്ഞിട്ട്, അതായത് ചാപ്റ്റർ മൊത്തം കഴിഞ്ഞിട്ട്, പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിഞ്ഞിട്ട് അതിൻ്റെ വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസ് ആപ്പിൽ ഓൾറെഡി ഉണ്ട്, അത് കംപ്ലീറ്റ് ഇന്ന് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്ററിന് കുറച്ചും കൂടി ഐഡിയ കിട്ടും. മാത്രമല്ല പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് പുതിയ ചോദ്യങ്ങൾ കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് NCERT ചെയ്യണം? വേണ്ട, അവിടെ നിൽക്ക്, റിലാക്സ്, വെയിറ്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ആ ചാപ്റ്ററിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്യാം. കാരണം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് എന്താണ് വരിക എന്നാണ്. അല്ലാണ്ട് എല്ലാം NCERTയിൽ എല്ലാം പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ പരീക്ഷയിൽ ഓൾറെഡി വന്ന ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യാം. അതിൻ്റെ അർത്ഥം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ വർഷത്തെ പരീക്ഷയിൽ വരുന്നതാണോ? അല്ലല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എത്ര ടഫായിട്ട് വന്നാലും ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ട് 70% ക്വസ്റ്റ്യൻസ് PVAക്ക് വരും. ബാക്കിയുള്ള 30% ക്വസ്റ്റ്യനിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫ്ലെക്സിബിലിറ്റി കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ചെയ്യാം. കാരണം ആ PVAക്കിലും പല ക്വസ്റ്റ്യൻസ് ടഫ് ഉണ്ട്. ആദ്യമായിട്ടൊന്നല്ല കഴിഞ്ഞ വർഷം പരീക്ഷ ടഫായി വന്നാൽ, അതിന് മുമ്പൊക്കെ പരീക്ഷ ടഫായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല ചോദ്യങ്ങൾ PVAക്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കണം. എല്ലാ കോമഡി ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പോൾ അത് ചെയ്യാം. 4ാമത്തെ സ്റ്റെപ്പ്, NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആപ്പിലുള്ള കുട്ടികൾക്ക് നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള NCERT ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷനും കൊടുക്കുന്നുണ്ട്. അത് ചെയ്യാം. സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി, എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട. അതിൽ പല ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ചെയ്യണം. പക്ഷെ അവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട, ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ സമയം എടുക്കും. ഒരു ചാപ്റ്ററിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമൊന്നും മതിയാവില്ല, സമയം എടുക്കും. ഓണം എക്സാം ഒക്കെ ആകുമ്പോഴേ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഈ 4 സ്റ്റെപ്പ് തീർക്കുള്ളൂ. അല്ലാണ്ട് ഒരു ചാപ്റ്റർ തീർത്ത പാടെ തന്നെ ഇത് ഫുള്ള് തീർക്കാനൊന്നും സമയം ഉണ്ടാവില്ല. ബേസിക്കലി നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ അപ്പോൾ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ മെല്ലെ ഓരോന്നും പിന്നെ മെല്ലെ മെല്ലെ ആയിട്ട് ചെയ്ത് നിങ്ങൾ തീർക്കേണ്ട കാര്യമാണ്, അല്ലാണ്ട് പെട്ടെന്ന് തീർക്കേണ്ട കാര്യമല്ല. ഇതെല്ലാം തീർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്ററിന് ഒരു ക്ലിയർ ഐഡിയ കിട്ടും, ഒരു ക്ലിയർ പിക്ചർ കിട്ടും നിങ്ങളുടെ മനസ്സിൽ തന്നെ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കുക. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യം തന്നെയാണല്ലോ, ഓക്കെ അടിപൊളി, NCERTയിലും കൊടുത്തിട്ടുണ്ട്, അടിപൊളി. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ NCERTയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് മനസ്സിലായെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്ന ഒരു എക്സ്ട്രാ കാര്യം അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ചാൻസ് കൂടുതലായിരിക്കും, കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അല്ലാണ്ട് ആദ്യം പോയിട്ട് നിങ്ങൾ വായിച്ചാൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ പൊതുവെ കുറച്ച് ഈസി ആയിട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷേ സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്ററിലേക്ക് പോകുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലാംഗ്വേജും അല്ലെ ഒരു പ്രയോഗമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ പഠിച്ച് മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക്, ഈ 4 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത കുട്ടിക്ക് ഈസി ആയിട്ട് NCERT ടെക്സ്റ്റ് ബുക്കും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അതിന് സമയം കുറേ എടുക്കും. സമയം എടുത്ത് കുഴപ്പമൊന്നുമില്ല. അതുവരെയുള്ള സമയം നമ്മൾ വേസ്റ്റ് ആക്കുകയല്ല ചെയ്യുന്നത്, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പണിയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു പക്ഷേ ഓണം എക്സാമിൻ്റെ ഒക്കെ മുൻപ് ഒരു വട്ടമെങ്കിലും ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്ററൊക്കെ പറ്റുന്ന പോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ഇത് ഫിസിക്സിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ബയോളജിയും കെമിസ്ട്രിയും
മാത്സിൻ്റെ കാര്യത്തിൽ വേറെ രീതിയിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അവിടെ ഈ ലാംഗ്വേജ് പ്രശ്നമൊന്നും അത്രയില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ബയോളജി ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറഞ്ഞുതരും. പക്ഷേ ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ കെമിസ്ട്രി NCERT ഈസ് വെരി യൂസ്ഫുൾ, വളരെ സിമ്പിളാണ് പഠിക്കുക. ബയോളജി NCERT ഈസ് വെരി 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 യൂസ്ഫുൾ. പ്രത്യേകിച്ച് നിങ്ങൾ നീറ്റ് പോലത്തെ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾ എന്തായാലും NCERT മൾട്ടിപ്പിൾ ടൈംസ് വായിച്ചിരിക്കണം. മാത്സിൻ്റെ കാര്യത്തിൽ NCERT ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇൻ ദ സെൻസ് കുറേ ചോദ്യങ്ങൾ അവിടെ നിന്നുള്ളത്. കഴിഞ്ഞ വർഷം +2 എക്സാമിലൊക്കെ കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങൾ NCERT അതേപോലെയാണ് പൊക്കിയിരിക്കുന്നത്. അപ്പോൾ NCERT ചോദ്യങ്ങൾ ഫുള്ള് ചെയ്യണം. തിയറി നിങ്ങൾ അതിന് വായിക്കണം എന്നില്ല, കാരണം തിയറി നിങ്ങളുടെ അലൻ സാറിൻ്റെ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് വായിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ നിങ്ങൾ അതിനെ ചെയ്യണം. ഇനി NCERT ഫിസിക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ സാർ ഈ തിയറി വായിക്കുന്ന കൊള്ളാം, അത് കഴിഞ്ഞിട്ട് ചാപ്റ്ററിൻ്റെ ഇടയിലുള്ള എക്സാമ്പിൾ ചോദ്യങ്ങളെല്ലാം ചെയ്യണോ? വേണ്ട. സെലക്റ്റഡ് NCERT ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ PDF എക്സാമ്പിളിലും സെലക്റ്റഡ് ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട്, അത് മാത്രം ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് അവസാനത്തേക്ക് ഒരു ഷുവർറ്റിയും കൂടെ സാർ 100% മാർക്ക് കിട്ടണമെങ്കിലോ വേണം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. പക്ഷെ അല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യേണ്ട. ചിലത് വളരെ ബ്രോഡായിട്ട് ഒരിക്കലും പരീക്ഷ ചോദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അത്രയും കാൽക്കുലേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വേറെ തന്നെ പുറത്തേക്കൊക്കെ പോയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ള NCERT ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ ചാപ്റ്റർ ഞാൻ താഴെ പോയി എത്തില്ല. ചാപ്റ്റർ കഴിഞ്ഞിട്ട് ചാപ്റ്ററിൻ്റെ എക്സസൈസും ഇല്ലേ, അതും നിങ്ങൾ ഫുള്ളായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചില ക്വസ്റ്റ്യൻസ് വളരെ ലെവൽ കൂടി, ചിലതൊക്കെ JEE അഡ്വാൻസ് ലെവലിലും ചിലത് JEE മെയിൻസ് ലെവലിലും നീറ്റ് ലെവലിലൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ലിറ്ററലി അങ്ങനത്തെ ചോദ്യങ്ങളുണ്ട്. അതൊരിക്കലും നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല അൺലെസ് നിങ്ങൾ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ. സോ എന്ത് ചെയ്യുക, അതൊക്കെ നിങ്ങൾ സെലക്റ്റഡ് NCERT ക്വസ്റ്റൻ എടുത്ത് ചെയ്യാം. ഇനി ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കുക സാർ അത് ഒരു ഉറപ്പാണോ സാറിന് ആ ക്വസ്റ്റൻ ഒന്നും വരില്ല എന്ന്. ഒരിക്കലും നമുക്ക് ഒരു കാര്യത്തിന് ഉറപ്പ് പറയാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ തീർത്തിട്ട് നിങ്ങൾക്ക് വീണ്ടും സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്റ്റഡ് അല്ലാത്ത ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിന് സമയം ഉണ്ടാവില്ല, അതിൻ്റെ ആവശ്യവും 99.99% ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് ഞാൻ എനിക്ക് പറയാൻ പറ്റും. അത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ NCERT ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിന് അപ്രോച്ച് ചെയ്യേണ്ടത്. ഒരു ഐഡിയ കിട്ടിയെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ആമിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും